ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡോണറ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയായിട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അതേ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചു. ചെറിയൊരു ഇളം ചൂട് വേണം, കൈ മുക്കാൻ പാകത്തിനുള്ള ചൂട്, എന്നാൽ ഒത്തിരി ചൂടാറിപ്പോകല്ല്. അണ്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇളം ചൂട് പാലിൽ മാത്രം കേട്ടോ ഈസ്റ്റ് ഇടാവുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലോർ ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ 2 കപ്പ് മൈദയായിട്ട് എടുത്തിരിക്കുന്ന ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ പോകാനും പിന്നെ ജസ്റ്റ് ഒന്ന് ചുമ്മാ അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കേക്കിന് അരിക്കും പോലെ 3 വട്ടം ഒന്നും അരിച്ചെടുക്കണ്ട, ഒറ്റ വട്ടം അരിച്ചെടുത്താലും മതി. ഇതാണ്, ഇതിൽ കുറേ കട്ടകൾ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മുട്ട ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ബട്ടർ നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്. ഇനി നിങ്ങൾ സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ആദ്യം നമ്മൾ മൈദയുടെ കൂടെ ഉപ്പ് ചേർത്തില്ലേ, അത് ചേർക്കണ്ട കേട്ടോ. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലായാലും ഉപയോഗിക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവറോ റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിലും, മണമില്ലാത്ത ഓയിൽ, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കില്ലേ. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പുട്ടിന് കുഴയ്ക്കുമ്പോൾ, പുട്ടുപൊടിക്ക് കുഴയ്ക്കുമ്പോൾ കുഴച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടുമ്പം ഇങ്ങനെ ഷേപ്പായിട്ട് വരും. എന്നിട്ട് നമ്മൾ പൊട്ടിക്കാൻ പറ്റണം. അതാട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ആൻഡ് ഇനി നമുക്ക് നടുക്കിൽ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ നേരത്തെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാട്ടോ. ഇനി നമ്മുടെ ആ പാലും മുട്ടയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ഭാഗമായിട്ട് ആദ്യം ഒഴിച്ചോളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം 3/4 ഭാഗമല്ലേ ചേർത്തോളൂ, ബാക്കിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ മാവ് ഇച്ചിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ മാവിൻ്റെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പാലിന് ചൂട് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരിയും കൂടി ബൗളിൽ വെച്ച് കുഴക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടി പെർഫെക്റ്റ് ആയിട്ട് കുഴക്കാൻ പറ്റുന്നത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടായതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇത് മാവ് മാറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം നേരം കുഴക്കാൻ പറ്റുമോ അത്രയും നല്ലതാട്ടോ. കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി എണ്ണയൊക്കെ പറ്റിയിട്ട് കുഴക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കൈയൊക്കെ എനിക്ക് കൈ നന്നായിട്ട് വേദന എടുത്തു. അപ്പം വേറെ ആളെ കൊണ്ട് സഹായിക്കാൻ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ആ ബൗളിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തൂത്ത് വയ്ക്കുക. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു വെറ്റ് ക്ലോത്ത് വെച്ചാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ അതേ നന്നായിട്ട് മാവ് പൊടിച്ച് വന്നിട്ടുണ്ട്. നല്ല പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. നിൽക്കുമ്പോൾ തന്നെ താന്നു പോകും കേട്ടോ, അത്രയും പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലും.
ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി നേരം കുഴയ്ക്കണ്ട. എൻ്റെ കയ്യിൽ കളർ കാണുന്നത് ഞാനാണെങ്കിൽ ഫുഡ് കളർ ഇച്ചിരി മുമ്പ് റെഡ് ഫുഡ് കളർ എടുത്തായിരുന്നു, അതിൻ്റെ ആയിട്ടോ കളർ കാണുന്നത്. ഇനി നമുക്ക് മൈദ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് മാത്രമായിട്ട് ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായി പോകും നമ്മുടെ മാവ്. ഇനി അതൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ പരത്താൻ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി മൈദ ഡസ്റ്റ് ചെയ്യല്, ഒത്തിരി തിന്നല്ല തിക്കല്ല, ആ ഒരു രീതിയിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സോ എന്തെങ്കിലും വലിപ്പത്തിന് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ്, ഒരു അത്യാവശ്യം വട്ടം, നിങ്ങൾക്ക് എന്തോരം വട്ടം വേണോ അതിനാവശ്യത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡിൽ ഇച്ചിരി മൈദ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഗ്ലാസ് ആട്ടോ എടുത്തത്, അതുകൊണ്ട് ഒത്തിരി വലുതല്ല എന്നാൽ ഒത്തിരി ചെറുതുമല്ല. ആദ്യത്തെ ഇതിൽ നിന്ന് എനിക്ക് ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പയ്യെ വിടിയിച്ച് കൊടുക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുമായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടി നന്നായിട്ട് കിട്ടിയത്. നിങ്ങൾക്കിപ്പോൾ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഡോണറ്റ് കട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് ഉപയോഗിച്ചത്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ടൊരു ഓട്ട ഇട്ട് കൊടുക്കണം. ഡോണറ്റിൻ്റെ ഷേപ്പ് തന്നെ അതാട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഞാനാണെങ്കിൽ ഒരു വാനില എസൻസിൻ്റെ അടപ്പാട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു ചെറിയ അടപ്പെടുക്കാം. എന്നിട്ട് ഇത് നടുക്കായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, കട്ടായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ വെച്ചിട്ട് ഓരോ നമ്മുടെ ഡോണറ്റ്സും വെച്ച് കൊടുക്കാം. ഇച്ചിരി ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡോണറ്റ് കട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടല്ലോ ചെയ്തത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇത് മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ കുറച്ച് ഓയിൽ ഈ ഡോണറ്റിൻ്റെ മുകളിലൊന്ന് പറ്റിക്കൊടുക്കും. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം, അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ മറ്റേത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ആദ്യം പൊരിച്ചെടുക്കാം. ഈ നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ അതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ചൂടാവണ്ട, വെട്ടി തിളയ്ക്കണ്ട, ഇച്ചിരി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിട്ട് കൊടുക്കാം, ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇച്ചിരി അകത്തി വെച്ച് കൊടുക്കണം, എന്നാലാട്ടോ ഇത് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നിങ്ങൾ ഇത് ലോ ഫ്ലെയിമിലായിട്ട് ഇടാവുള്ളൂ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം കളറായിട്ട് വരും, ഉള്ളിലൊന്നും വേവത്തില്ല. ഇപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ, അപ്പോഴത്തേക്കും മറിച്ചിടാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതുപോലെ എല്ലാ ഡോണറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 കപ്പ് മൈദക്ക് ഏകദേശം 15 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 3 എണ്ണം ഇച്ചിരി വലുതാട്ടോ ഉണ്ടാക്കിയത്, ബാക്കിയെല്ലാം ഒരു അത്യാവശ്യം കുഞ്ഞത് എന്നാൽ മീഡിയം സൈസ്. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റ്സും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ലൂസല്ല എന്നാൽ ഒത്തിരി തിക്കല്ല, ഒരു ഡ്രിപ്പിംഗ് കൺസിസ്റ്റൻസി കേട്ടോ. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ കുറച്ചധികം മെൽറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ ഡോണറ്റ്സും ഇതിൽ മുക്കി എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്, തന്നെ കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഷുഗർ പൗഡറിലേക്ക് സിനമൺ പൗഡർ ആഡ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ചൂടോടുകൂടി തന്നെ അത് ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് പിടിക്കത്തില്ല. അതിൽ മുക്കിയിട്ട് കഴിക്കാം. ഞാൻ ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കുറച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പൂൺ വെച്ച് ജസ്റ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ആയ ശേഷം വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതവിടെ ഉറച്ച് നിൽക്കത്തില്ല. ഇനി ഞാൻ കുറച്ച് ഡോണറ്റ്സ് വൈറ്റ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് അത്ര നല്ല കമ്പനിയുടെ അല്ലാന്ന് തോന്നുന്നു, അതാട്ടോ ഇങ്ങനെ വന്നേക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തു. വേറൊരു രീതി നിങ്ങൾക്ക് ഷുഗർ സിറപ്പിൽ ഡോണറ്റ്സ് മുക്കി കഴിക്കാം, അതും ടേസ്റ്റിയാണ്. പക്ഷേ എനിക്ക് ഷുഗർ സിറപ്പിനേക്കാളും ഇഷ്ടം ഷുഗർ പൗഡറിൽ മുക്കി കഴിക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ഡോണറ്റ്സ് അതിൽ മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ വൈറ്റ് ഡിസൈൻ ചെയ്യുക കേട്ടോ. ഈ റോസും വൈറ്റും നല്ല കോമ്പിനേഷൻ ആട്ടോ. അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലും ഡാർക്ക് ചോക്ലേറ്റിലാണ് ഡോണറ്റ്സ് മുക്കിയെടുത്തത്. പിന്നെ കുറച്ച് മുക്കിയെടുക്കാതെ എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നും ചേർക്കാതെ ഒന്ന് പൊളിച്ച് വെക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോണറ്റ്. ഇതിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല കോംബോ ആട്ടോ ഈ ഡോണറ്റായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റ്സും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.